എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണാണ് iPhone 11 Pro. ഈ ഒരു 2024 ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടയോ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കൂടി നോക്കാം. സോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് അതുപോലെ തന്നെ ടെക്നോളജി ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫ്രീ അല്ലേ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2019 ഈ ഒരു iPhone 11 Pro ലോഞ്ച് ചെയ്തത്. സോ ഞാൻ ആ വർഷത്തിലെ കണക്കെടുത്തും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു 11 Proനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐഫോണാണ് ഈ ഒരു iPhone 11 Pro. എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ആ ഒരു ഇൻഹാൻഡ് ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിൻ്റെ ബിൽഡിലേക്ക് വരുവാണെങ്കിൽ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ടൈറ്റാനിയം ഫ്രെയിമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബിൽഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈമിൽ സ്റ്റീലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ സ്റ്റീലിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഒബ്വിയസ്ലി ഗ്ലാസിൻ്റെ ബിൽഡ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫീസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 188 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റ് ഒന്നുമല്ല, നല്ല സ്ലിമ്മായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ലൈറ്റ് വെയിറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഈ ഒരു ഫോണിന് പേഴ്സണലായിട്ട് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ബിൽഡ് ക്വാളിറ്റി ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. കാരണം പ്രോ മോഡലാണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. സോ ബിൽഡിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഒരു പ്രശ്നവും നേരിടാൻ പോകുന്നില്ല. പിന്നെ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ഐഫോണിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്മഡ്ജസ്. ഇത് സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സ്മഡ്ജസും കാര്യങ്ങളൊക്കെ LG കൂടെ പറ്റുന്നുണ്ട്. സോ ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തുവാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ 5.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം iPhone 11 വരുമ്പോൾ LCD ഡിസ്പ്ലേ ആയിരുന്നു. സോ ഈ ഒരു പ്രോ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് OLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണെങ്കിലും അല്ല നിങ്ങൾ OTT പ്ലാറ്റ്ഫോംസിൽ വീഡിയോ കാണുകയാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തും കിട്ടുന്നുണ്ട്. നല്ല കളർ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ ടൈമിലായാലും ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഡിസ്പ്ലേയിൽ. സോ അത്രത്തോളം നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ തരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 നിറ്റ്സ് ആണ്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. സോ ഞാൻ ഈ ഒരു ഡിസ്പ്ലേയുടെ പെർഫോമൻസിന് നല്ല രീതിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. സോ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു iPhone 11 Proന് കിട്ടുന്നുണ്ടാവും. സോ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുവാണെങ്കിൽ ആപ്പിളിന് തന്നെ A13 ബയോണിക് ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഹെവി പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റാണ്. നല്ല ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. ഈ പെർഫോമൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗെയിമിങ്ങിൻ്റെ കാര്യം തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഹെവി ഗെയിമിങ് അല്ലെങ്കിൽ ഒരു ഹെവി ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. നല്ലൊരു ഹെവി ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ തരുന്നുണ്ട്. അതിപ്പോൾ ഗെൻഷിൻ ഇമ്പാക്റ്റ് പോലുള്ള ഹെവി ഗെയിംസാണ്, അല്ലെങ്കിൽ PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, PES, ഫ്രീ ഫയർ, ഈ ഗെയിംസൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ഈവൻ 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ PUBGയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ HD 40 FPS വരെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നല്ല സ്മൂത്തായിട്ട് ലാഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ തരും. പിന്നെ iOS 17 ലേറ്റസ്റ്റ് വെർഷനാണ് ഈ ഒരു ഫോണിൽ കറൻ്റ് റൺ ചെയ്യുന്നത്. ഇനി ഏകദേശം ഒരു 3 to 4 അപ്ഡേറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓവറോൾ നല്ലൊരു ഹെവി പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ ഭാഗത്തൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ ഈ ഒരു വർഷം പെർഫോമൻസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. 12 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു iPhone 11 Proയിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു അഡീഷണൽ തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ടെലിഫോട്ടോ ലെൻസാണ്. സോ അതാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. പിന്നെ OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. HDRൻ്റെ സപ്പോർട്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ഈ 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ വീഡിയോ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. HDRൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 4K 60 FPS തന്നെയാണ് മാക്സിമം വീഡിയോ സപ്പോർട്ട് സെൽഫി ക്യാമറയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. സോ ഇനി ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. നമുക്കറിയാം ഐഫോൺസിൻ്റെ ക്യാമറാസ് അല്ലെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ആ ഒരു പെർഫെക്റ്റ്നെസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്.
എനിക്കെപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയാറുണ്ട്, വീഡിയോ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺസിൽ ഇഷ്ടമെന്ന്. ആ ഒരു കാര്യം ഞാൻ ഇവിടെയും മാറ്റുന്നില്ല. നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ട്സ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്വാളിറ്റി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെടും. കാരണം നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നുണ്ട്. സോ നിങ്ങൾ ക്യാമറയുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈ വർഷം ചൂസ് ചെയ്യാം. കാരണം നല്ല രീതിക്കുള്ള ക്യാമറ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഫൈനലി നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് ബാറ്ററി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് നമ്മൾ വരുവാണെങ്കിൽ 3046 mAh ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 day ബാറ്ററി ബാക്കപ്പ് ഷുവറാണ്. ആ ഒരു 1 day ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും. നിങ്ങളൊരു ഹെവി ഗെയിമറാണ് അല്ലെങ്കിൽ ആ ലെവലിൽ ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8 to 9 hours, ഈവൻ 10 hours വരെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ ബാറ്ററിയുടെ ഭാഗത്തുനിന്നും നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു 2024 ഈ ഒരു iPhone 11 Pro എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് 5G നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു iPhone 11 Pro എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു 4G ഡിവൈസാണ്. 5Gയുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് 5G യൂസ് ചെയ്യാൻ താല്പര്യമില്ല, ഇനി 5G നെറ്റ്വർക്ക് വേണ്ട എന്നുള്ള ആളാണെങ്കിൽ കണ്ണുമൂട്ടി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈ വർഷം എടുക്കാം. കാരണം നല്ലൊരു ഹെവി പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് iPhone 11 Pro എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫോൺ എന്തായാലും നമുക്ക് ഫ്രഷ് എടുക്കൽ നടക്കില്ല. കാരണം ഇപ്പോൾ ഫ്രഷ് എടുക്കുന്നത് തന്നെ ഏകദേശം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു 1 lakhന് മേളിൽ പോകുന്നുണ്ട്. സോ ആ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐഫോൺസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്കൊരു, എൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ഒരു ആവറേജ് ഒരു 40,000 to ഒരു 35 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. നല്ലൊരു ഡിവൈസാണ്. ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വർത്താണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, യൂസർ ഐഫോൺസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റിൽ എവിടെ കിട്ടുമെന്ന്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു പാർട്ടീനെ പരിചയപ്പെടുത്താം. ഞാൻ ജസ്റ്റ് കുറച്ച് ഐഫോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിക്കുള്ള ഒരു സർവീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ട്യൂട്രോൺ എന്നാണ് ഈ ഒരു പേജിൻ്റെ പേര്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മെയിൻലി ഇവർ വാട്സപ്പിലാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലും മികച്ചൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ, സ്റ്റേ ട്യൂൺഡ്.